എല്ലാവർക്കും നമസ്കാരം. SD കോളേജ് ആലപ്പുഴയിൽ ഡിഗ്രി സെമസ്റ്റർ 5 പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓപ്പൺ കോഴ്സ് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നുള്ളതും അതിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷനും അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ സെമസ്റ്റർ 5 പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായി ഒരു ഓപ്പൺ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഓപ്പൺ കോഴ്സ് വളരെ കൃത്യമായി നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, നിങ്ങൾ പഠിക്കുന്ന കോർ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ. ഉദാഹരണത്തിന്, ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഫിസിക്സ് നൽകുന്ന ഓപ്പൺ കോഴ്സ് അല്ല തിരഞ്ഞെടുക്കേണ്ടത്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകുന്ന ഓപ്പൺ കോഴ്സ് വേണം തിരഞ്ഞെടുക്കാൻ. കാരണം ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഐഡിയ തന്നെ നിങ്ങൾ പഠിക്കുന്ന കോർ ഡിപ്പാർട്ട്മെൻറ്റിന് പുറമേ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ പാരന്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നൽകുന്ന ഓപ്പൺ കോഴ്സുകളിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന്, ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, മാത്സ്, ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഓപ്പൺ കോഴ്സും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. SD കോളേജിൽ 14 വിഷയങ്ങളിൽ ഓപ്പൺ കോഴ്സുകൾ ലഭ്യമാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി അവരുടെ പ്രിഫറൻസ് നൽകുമ്പോൾ 13 പ്രിഫറൻസുകൾ നൽകണം. കാരണം അവരുടെ കോർ ഡിപ്പാർട്ട്മെൻറ്റ് ഒഴികെ 13 കോഴ്സുകൾ അവിടെ കാണും. ആ 13 പ്രിഫറൻസുകളാണ് നിങ്ങൾ നൽകേണ്ടത്. അതിൽ മുൻഗണനാ പ്രകാരം പ്രിഫറൻസ് 1, 2, 3 എന്ന് പറയുന്ന മുൻഗണനാ പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ആദ്യം വരുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് കൊടുക്കുക. അതിനുശേഷം കോളേജ് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുകയും ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കോഴ്സ് അലോട്ട് ചെയ്ത് തരുന്നതുമായിരിക്കും. അപ്പോൾ പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, 13 പ്രിഫറൻസുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുത്തിരിക്കണം. അങ്ങനെ ചോയ്സ് ഇല്ല എന്ന് വന്നാൽ നിങ്ങൾ ചിലപ്പോൾ ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും വെളിയിൽ പോകാം. അതുപോലെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം നിങ്ങളുടെ സെമസ്റ്റർ 3 മാർക്സ് ആണ്. സെമസ്റ്റർ 3യിൽ കൂടുതൽ മാർക്കുള്ള കുട്ടികൾ റാങ്ക് പട്ടികയിൽ മുന്നോട്ട് വരികയും സെമസ്റ്റർ 3 മാർക്ക് ടൈ വന്നാൽ, 2 വിദ്യാർത്ഥികൾ തമ്മിൽ സെമസ്റ്റർ 3 മാർക്ക് ഒരേപോലെ വന്നാൽ അവരുടെ സെമസ്റ്റർ 2 മാർക്ക് നോക്കുകയും അതിനുശേഷം സെമസ്റ്റർ 1, അതിനുശേഷം +2, അതിനുശേഷം നിങ്ങളുടെ പേരുകളുടെ ആൽഫബറ്റ് ഓർഡർ ആയിരിക്കും റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ എടുക്കുന്ന മാനദണ്ഡം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, മാർക്ക് വളരെ കൃത്യമായി നിങ്ങൾ നൽകണം. ആ മാർക്ക് നൽകുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ്, ഒരു റോങ് എൻട്രി നിങ്ങളുടെ ഭാഗത്ത് നിന്നും വന്നാൽ, കാരണം നിങ്ങൾ നൽകുന്ന ഈ മാർക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്യൂട്ടർ പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ ട്യൂട്ടർ അതിലൊരു തെറ്റ് കണ്ടുപിടിച്ചാൽ അത് നിങ്ങളുടെ റാങ്ക് പട്ടികയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകാനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ തന്നെ ബാധിക്കാനും അത് കാരണമാകാം. അതുകൊണ്ട് തന്നെ വളരെ സത്യസന്ധമായി നിങ്ങളുടെ മാർക്ക് ശരിയായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. സോ മാർക്ക് നൽകുമ്പോൾ വളരെ കൃത്യമായി നൽകണം. അതോടൊപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന മാർക്ക് ഡെസിമൽ പ്ലേസ് ഉൾപ്പെടെ നിങ്ങളുടെ SCPA മാർക്കാണ് നിങ്ങൾ നൽകേണ്ടത്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ അത് കാണാം, SCPA. അത് 9.1 എന്നോ അല്ലെങ്കിൽ 8.21 എന്നോ എന്നുള്ളത് കൃത്യമായി, ഇപ്പോൾ 8.21 ആണ് മാർക്കെങ്കിൽ കൃത്യമായി 8.21 എന്ന് കൊടുക്കുക. 8.2 എന്ന് കൊടുത്താൽ ആ പോയിന്റുകളുടെ വ്യത്യാസം തന്നെ നിങ്ങളുടെ റാങ്കിനെ ബാധിക്കുന്നതായിരിക്കാം. അതുപോലെ +2ൻ്റെ പെർസെൻറ്റേജ് ആണ് നിങ്ങൾ നൽകേണ്ടത്, പെർസെൻറ്റേജ് സിമ്പിൾ ഉപയോഗിക്കാതെ. അപ്പോൾ ഇതിൻ്റെ ഗൈഡ് ലൈൻസ്, എങ്ങനെ നിങ്ങൾ മാർക്ക് നൽകണം, അതുപോലെ എങ്ങനെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഫോം ഫില്ല് ചെയ്യണം, അതുപോലെ ഈ 14 ഓപ്പൺ കോഴ്സിൻ്റെ സിലബസുകൾ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഓപ്പൺ കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനും അതിൻ്റെ സിലബസ് ലഭിക്കാനും എല്ലാം നിങ്ങൾ നമ്മുടെ കോളേജ് വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോളേജ് വെബ്സൈറ്റ് www.sdcollege.in ആണ്. അതിലേക്ക് ആ ലിങ്കിൽ നിങ്ങൾ കയറുക. നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് പ്രിഫറൻസ് നൽകാനും അതുപോലെ അതിൻ്റെ സിലബസ് കാണാനും നിങ്ങൾ സന്ദർശിക്കേണ്ടത് കോളേജ് വെബ്സൈറ്റാണ്. കാണാം, sdcollege.in എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾ കയറുക. ആ sdcollege.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ താഴെ സ്ക്രോളിംഗ്
പാർട്ടിൽ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന സ്ക്രോളിംഗ് പാർട്ടിൽ നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അത് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അക്കാഡമിക്സ് എന്ന് പറയുന്ന പാർട്ടിൽ, ഈ അക്കാഡമിക്സ് എന്ന് പറയുന്ന പാർട്ടിലും നിങ്ങൾക്ക് എന്ത് കാണാം? ഓപ്പൺ കോഴ്സിന്റെ ലിങ്ക് കാണാം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഹോം പേജിൽ തന്നെ സ്ക്രോളിംഗ് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ഓപ്പൺ കോഴ്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഓപ്പൺ കോഴ്സ് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഓപ്പൺ കോഴ്സിന്റെ പേജിലേക്ക് പോകും. ആ ഓപ്പൺ കോഴ്സ് പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. നിങ്ങൾ എന്തുകൊണ്ട് ഓപ്പൺ കോഴ്സ് എടുക്കുന്നു, ആ ഓപ്പൺ കോഴ്സ് എടുക്കുമ്പോഴുള്ള നിങ്ങൾക്കുള്ള മെച്ചം എന്താണ്. അതുപോലെ ഇവിടെ 2 ബട്ടൺ നിങ്ങൾക്ക് കാണാം. അതിലെ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് സിലബസ് ബട്ടൺ ആണ്. സെക്കൻഡ് ബട്ടൺ എന്ന് പറയുന്നത് ഓപ്പൺ കോഴ്സ് അലോട്ട്മെന്റ് ബട്ടൺ ആണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച്, അതായത് നിങ്ങൾ ഏത് കോർ ഡിപ്പാർട്ട്മെന്റ് ആണോ പഠിക്കുന്നത് ആ കോർ ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ചുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേണം നിങ്ങൾ ഓപ്പൺ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരേ പ്രിഫറൻസ് നിങ്ങൾ നൽകാതിരിക്കുക. ഇപ്പോൾ ഫിസിക്സ് ഓപ്പൺ കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, കെമിസ്ട്രിയിൽ ഒരു വിദ്യാർത്ഥി ഫിസിക്സ് ഓപ്പൺ കോഴ്സ് തിരഞ്ഞെടുക്കുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ 13 പ്രിഫറൻസും ഫിസിക്സ് അല്ല നൽകേണ്ടത്, 13 വ്യത്യസ്ത ഓപ്ഷൻസ് വേണം നിങ്ങൾ നൽകാൻ. അതുപോലെ അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കിട്ടി കാണും. ആ ഓറിയന്റേഷൻ പ്രോഗ്രാമിനോടൊപ്പം തന്നെ ഈ സിലബസ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ 14 ഓപ്പൺ കോഴ്സിൻ്റെയും സിലബസ് അടങ്ങിയ ഒരു പേജാണ്. നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ബോട്ടണി ഓപ്പൺ കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ബോട്ടണി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ക്ലിക്ക് ചെയ്യുക. ആ സിലബസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സിലബസ് വളരെ കൃത്യമായി വായിച്ച്, നിങ്ങൾക്കിപ്പോൾ ഓറിയന്റേഷനും അതാത് ഡിപ്പാർട്ട്മെന്റുകൾ നൽകി കാണും. ഈ രണ്ടും ഒരുമിച്ച് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഓപ്പൺ കോഴ്സായിട്ട് എടുക്കേണ്ടത് അതിൽ കൃത്യമായി പ്രിഫറൻസ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് വിശദീകരിക്കേണ്ടത് നിങ്ങൾക്ക് എങ്ങനെ ഓപ്പൺ കോഴ്സ് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാം. അതിനാദ്യം വേണ്ടത് ഈ ഓപ്പൺ കോഴ്സ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജ് ആയിരിക്കും കാണുന്നത്, ഈ ഒരു ഫോം ആയിരിക്കും കാണുന്നത്. ഫോമിൽ വളരെ കൃത്യമായി എല്ലാ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഈ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് വേണം നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ. ഇതിൽ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ റോങ് എൻട്രി നിങ്ങളുടെ റാങ്കിങ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റാങ്കിങ് എങ്ങനെ എടുക്കും, ഏതൊക്കെ മാർക്കുകൾ ഉപയോഗിച്ചാണ് റാങ്കിങ് എടുക്കുന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യം നിങ്ങൾ നൽകേണ്ടത് കാൻഡിഡേറ്റ് കോഡാണ്. ശ്രദ്ധിക്കേണ്ടത്, ആ കാൻഡിഡേറ്റ് കോഡ് നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫുൾ കാൻഡിഡേറ്റ് കോഡ് നൽകണം. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കാൻഡിഡേറ്റ് കോഡിന് മുന്നേ ഒരു സബ്ജക്റ്റ് കോഡ് കാണും. 125 എന്നോ 630 എന്നോ ഒരു സബ്ജക്റ്റ് കോഡ് കാണാം. അതുൾപ്പെടെയുള്ള കാൻഡിഡേറ്റ് കോഡ് വേണം നിങ്ങൾ നൽകാൻ. ആ കാൻഡിഡേറ്റ് കോഡ് നൽകിയതിന് ശേഷം അടുത്തതായിട്ട് നിങ്ങൾ നൽകേണ്ടത് നിങ്ങളുടെ പേരാണ്. ആ പേര് നൽകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമിൻ്റെയും ലെറ്റർ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുക. ഇനിഷ്യൽസ് അവസാനം നൽകുക. ഒരിക്കലും ഇനിഷ്യൽസ് നിങ്ങളുടെ പേരിന് മുന്നേ നൽകരുത്. അതോടൊപ്പം തന്നെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററും അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൻ്റെ ലെറ്ററും അതേപോലെ സെക്കൻഡ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററും മാത്രം ക്യാപിറ്റൽ കൊടുക്കുക. എല്ലാ ലെറ്ററും ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നിങ്ങളുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അല്ലെങ്കിൽ കോർ ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷമാണ് നിങ്ങൾ സെമസ്റ്റർ 3യുടെ മാർക്ക് കൊടുക്കേണ്ടത്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്, SCPA മാർക്കാണ് കൊടുക്കേണ്ടത്. 2 ഡെസിമൽ പ്ലേസ് വരെ കൊടുക്കണം, ഒരിക്കലും പേഴ്സൻറ്റേജ് കൊടുക്കരുത്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് 8.53. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഫെയിൽഡ് ആകുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അവൈറ്റിംഗ് ആണെങ്കിലോ നിങ്ങൾ അവിടെ ഒരു എൻട്രിയും നടത്തരുത്. അവിടെ ബ്ലാങ്ക് ആക്കുക. ആ ഫീൽഡ് എന്ത് ചെയ്യുക? ബ്ലാങ്ക് ആക്കുക. ഒന്നുകിൽ 0 എന്ന് മാർക്ക് ചെയ്യുക. ഒരിക്കലും നോട്ട് ആപ്ലിക്കബിൾ എന്നോ ഫെയിൽഡ് എന്നോ അല്ലെങ്കിൽ ഒരു ഹൈഫൺ സിമ്പലോ ഒന്നും അവിടെ ഇടരുത്. ആ ഫീൽഡ് ബ്ലാങ്ക് ആക്കി അടുത്ത സെമസ്റ്ററിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യുക. ഒരിക്കൽ ഇവിടെ പറയുന്നു, നിങ്ങൾ ഫെയിൽഡ് ആകുകയോ നിങ്ങളുടെ മാർക്ക് അവൈറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അവിടെ ഒരു രീതിയിലും ഫെയിൽഡ് എന്നോ നോട്ട് ആപ്ലിക്കബിൾ എന്നോ വേറെ ഒരു രീതിയിലും നിങ്ങൾ എൻ്റർ ചെയ്യരുത്. അവിടെ ബ്ലാങ്ക് ആക്കുക. അത് തന്നെയാണ് സെമസ്റ്റർ 2ൻ്റെ മാർക്ക്, സെമസ്റ്റർ 1ൻ്റെ മാർക്കും അത് തന്നെയാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് എഴുതുക. അവിടെ കൃത്യമായി പറയുന്നുണ്ട് പേഴ്സൻറ്റേജ് ഇടരുത്.
ഇപ്പോൾ 97.15 ആണെങ്കിൽ 97.15 എന്ന് വേണം കൊടുക്കാൻ. ഒരിക്കലും നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്, മാർക്കിൻ്റെ കൂടെ പേഴ്സൻറ്റേജ് സിമ്പൽ ഇടരുത്. അത് കൃത്യമായി നിങ്ങൾ ഈ 3 മാർക്കുകൾ എൻട്രി ചെയ്യുമ്പോഴും സെമസ്റ്റർ 3, സെമസ്റ്റർ 2, സെമസ്റ്റർ 1 4 +2 കൂടെ ചെയ്യുന്നത് വളരെ കൃത്യമായി വേണം നിങ്ങൾ ചെയ്യാൻ. ഈ ഇൻസ്ട്രക്ഷൻസ് ഫോളോ അപ്പ് ചെയ്ത് വേണം നിങ്ങൾക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ സെഷൻ 2ലേക്ക് പോകും. ആ സെഷൻ 2ലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസുകൾ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മുൻഗണനാ പ്രകാരം നിങ്ങൾക്ക് ഏത് കോഴ്സാണോ എടുക്കാൻ അഭിരുചി കൂടുതലുള്ളത് അതിന് പ്രിഫറൻസ് 1, 2, 3 കൊടുത്ത് മുൻഗണനാ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ 13 പ്രിഫറൻസ് ഇവിടെ കൊടുക്കുക. കൃത്യമായി 13 പ്രിഫറൻസ് കൊടുക്കണം. ഒരിക്കലും നിങ്ങളുടെ പാരന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രിഫറൻസ് അവിടെ വരരുത്. അതുപോലെ തന്നെ ഒരേ പ്രിഫറൻസ് ഒരേ ഡിപ്പാർട്ട്മെന്റ് മൾട്ടിപ്പിൾ പ്രിഫറൻസിലും വരരുത്. ഇപ്പം ആദ്യം പ്രിഫറൻസ് 1 കൊടുക്കുക, അതിനുശേഷം പ്രിഫറൻസ് 2 കൊടുക്കുക, അങ്ങനെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് പ്രിഫറൻസ് 13 വരെ നിങ്ങൾ കൊടുക്കുക. പ്രിഫറൻസ് 13 കഴിഞ്ഞിട്ട് അവിടെ ഡിക്ലറേഷൻ ഉണ്ട്. കാരണം ഇതെല്ലാം നിങ്ങളുടെ ഇൻഫർമേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് അനുസരിച്ച് ശരിയാണെന്നുള്ള ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട്. അതിനെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പം ഈ രീതിയിലാണ് നിങ്ങൾ ഫോം കൊടുക്കേണ്ടത്. അപ്പം പ്രധാനമായും നോക്കേണ്ടത് നിങ്ങളുടെ മാർക്ക് വളരെ സത്യസന്ധമായി നിങ്ങൾ കൊടുക്കുക, എറർ ഇല്ലാതെ കൊടുക്കുക. എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ചെക്കിംഗ് സമയത്ത് നിങ്ങളുടെ മാർക്കിൽ ഒരു അപാകത കണ്ടാൽ അത് നിങ്ങളുടെ റാങ്കിങ്ങിനെ ബാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, ഓപ്പൺ കോഴ്സ് പ്രിഫറൻസ് നൽകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതുവരെയും പറഞ്ഞത് ഒന്ന് ബ്രീഫ് ചെയ്താൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റുഡൻസ് മസ്റ്റ് സെലക്ട് കോഴ്സ് പ്രിഫറൻസസ് ഓൺലി ഫ്രം ഡിപ്പാർട്ട്മെന്റ്സ് അതർ ദാൻ പാരന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ കോർ ഡിപ്പാർട്ട്മെന്റിന് പുറമേയുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കോഴ്സ് സെലക്ഷൻ നടത്താവൂ. ഈ സ്റ്റുഡൻറ് മസ്റ്റ് ഇൻഡിക്കേറ്റ് 13 പ്രിഫറൻസസ് ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് 13 പ്രിഫറൻസുകൾ നിങ്ങൾ കൊടുക്കണം. അതുപോലെ കാൻഡിഡേറ്റ് കോഡ് കൊടുക്കുമ്പോൾ ഫുൾ കാൻഡിഡേറ്റ് കോഡ് വിത്ത് സബ്ജക്റ്റ് കോഡ് വേണം നിങ്ങൾ നൽകാൻ. പേര് ഡീറ്റെയിൽസ് നൽകുമ്പോൾ, നെയിം നിങ്ങൾ നൽകുമ്പോൾ ഇനിഷ്യൽസ് ലാസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നിങ്ങളുടെ പേരുകൾ നൽകാൻ. അതിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടിൻ്റെയും ഫസ്റ്റ് ലെറ്റർ മാത്രം എന്ത് ചെയ്യുക, ക്യാപിറ്റലൈസ് ചെയ്യുക. അതുപോലെ സെമസ്റ്റർ 3യുടെയും 2ൻ്റെയും 1ൻ്റെയും മാർക്ക് നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ SCPA മാർക്ക് വേണം കൊടുക്കാൻ, ഡെസിമൽ പ്ലേസ് ഉൾപ്പെടെ. ഒരിക്കലും അവിടെ പേഴ്സൻറ്റേജ് കൊടുക്കരുത്, സെമസ്റ്റർ മാർക്ക് പേഴ്സൻറ്റേജ് കൊടുക്കരുത്. അതുപോലെ നിങ്ങൾ തോൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്സ് അവൈറ്റിങ്ങോ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ വേറെ ഒരു എൻട്രിയും നൽകരുത്. ആ ഫീൽഡ് ബ്ലാങ്ക് ആയിട്ട് പോവുക. അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നോ അല്ലെങ്കിൽ ഫെയിൽഡ് എന്നോ ഒന്നും നിങ്ങൾ നൽകാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ നൽകി വേണം നിങ്ങളുടെ ഓപ്പൺ കോഴ്സിൻ്റെ പ്രിഫറൻസുകൾ നൽകാൻ. അതിനുശേഷം ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇതേ പേജിൽ, വെബ്സൈറ്റിൻ്റെ ഇതേ പേജിൽ മൺഡേ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഈ വീഡിയോ കണ്ട് എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി നിങ്ങളുടെ പ്രിഫറൻസുകൾ നൽകുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു ആൾ.